ശ്രീ അരുൺ മോഹൻ, ഇവിടെ പക്വതയില്ലാത്ത നേതാക്കന്മാരുടെ പെരുമാറ്റം ഒരു ഭാഗത്ത്, അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കേരളത്തിൽ വന്നാൽ നടക്കും, കേരളം ഇതിന്റെ ഒരു കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് കൂടി ഇവർ എത്തിയത് എങ്ങനെയാണ്? അല്ല, അതാണല്ലോ കൃത്യമായിട്ട് പറഞ്ഞാല്. ഇപ്പൊ മധ്യപ്രദേശ് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. വർഷങ്ങളായി BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് അവിടെയാണെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കില്ല, അവിടെ ആരൊക്കെയോ അവരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവും. നേരെ മറിച്ച് ഭാരതത്തിൽ എവിടെയാണെങ്കിലും ഇത്തരത്തിലുള്ള വിവാഹങ്ങൾക്ക് വിവാഹം റഹീം പറഞ്ഞ എന്താണെന്നറിയാമോ? വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നത്, ഈ കേരളം മാത്രമാണ് സ്വർഗം. ഇവർ കുറെ കാലം പശ്ചിമബംഗാളിനെ സ്വർഗമാക്കിയിരുന്നു, ഇപ്പം ഏതായാലും പശ്ചിമബംഗാൾ സ്വർഗമല്ല. ത്രിപുര കുറെ കാലം സ്വർഗമായിരുന്നു, ത്രിപുരയിൽ ഇപ്പൊ ഈ കല്യാണം നടക്കത്തില്ല. മധ്യപ്രദേശിന് അധികം ദൂരമൊന്നും ഇല്ലല്ലോ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ. അപ്പൊ ഇവിടെയൊക്കെ ഇത് സമ്മതിക്കേണ്ട കാര്യം, ഞാനിത് പറയാൻ കാര്യം അറിയോ, CPM-ന് സംഘടനാ സംവിധാനം ഏതാണ്ട് കൃത്യമായിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിലൊക്കെ CPM-ന്റെ സംഘടനാ സംവിധാനത്തിൽ എത്രയോ വലുതാണ് ഇവരുടെ PR ഏജൻസി എന്ന് മനസ്സിലാക്കും. അപ്പൊ മോണാലിസയെ കൃത്യമായി അന്വേഷിക്കാനും ഇത് വളരെ കൃത്യമായി കൊണ്ടുവന്ന് കേരളത്തിൽ വെച്ച് നടത്തി കൊടുക്കുവാനും വളരെ കൃത്യമായി ഇവരോടൊപ്പം ഒരു PR ഏജൻസി പ്രവർത്തിച്ചുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, PR ഏജൻസികളെ കൊണ്ട് നറേറ്റീവുകൾ സെറ്റ് ചെയ്യുക, ആ നറേറ്റീവുകൾക്കനുസരിച്ചിട്ട് ഞങ്ങൾ എന്തോ വലിയ മാനവികതയുടെ വക്താക്കളാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒറ്റ കാര്യം കൂടി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയോ, ഈ അല്പം മുമ്പ് ഇവിടെ CPM-ന്റെ വക്താവായിട്ട് സംസാരിക്കുന്ന ആൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. താങ്കൾക്ക് ഏതാണ്ട് ഇത് വ്യക്തമായി കാണുമല്ലോ. കോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മധ്യപ്രദേശിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട അനിൽ വിളയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളാണ്, അദ്ദേഹത്തിന് കൂടുതൽ അറിയാൻ സാധിക്കുമായിരിക്കും. ഇവര് ഹിന്ദു ഐക്യവേദി ഈ വിഷയം ഏറ്റെടുത്തതിന് ശേഷം അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് മധ്യപ്രദേശിൽ നിന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഈ വാർത്ത വരുന്ന സമയത്ത് ആദ്യം പ്രതികരിക്കേണ്ടത് ഈ പറഞ്ഞ MV ഗോവിന്ദനും റഹീമും ശിവൻകുട്ടിയും പറയേണ്ട കാര്യം എന്തായിരുന്നു? ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. സിമ്പിൾ. ഈ വിഷയം ജനറേറ്റീവ് ഇപ്പൊ ചർച്ചയ്ക്ക് പോലും എടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, വ്യാജ സർട്ടിഫിക്കറ്റ് ലോബി നിർമ്മിച്ച ഒരു ഇത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയായിരുന്നു. ഈ വിഷയത്തെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ അഭിപ്രായം ചോദിച്ചു. MV ഗോവിന്ദൻ അഭിപ്രായം കാണുകയില്ല, റഹീമിന് ഇതിനെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം കാണുക. ഈ പറഞ്ഞ ഒരാൾക്ക് അക്കാര്യം അവർക്ക് 3 ദിവസത്തെ വാർത്തകളിൽ നിറയാൻ വേണ്ടി മാത്രമായിരുന്നു മോണാലിസയുടെ വിവാഹം. അല്ലാതെ 4ാം ദിവസത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പം നിയമത്തെ ഈ കൂട്ടത്തിൽ മത്സരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ശിവൻകുട്ടി മാത്രമാണ്. സെക്ഷൻ 336 BNS, 337, 338 ഈ 3 സെഷൻ ഉണ്ടല്ലോ, ഫോർജറിയാണ് ഒന്ന്. മറ്റൊന്ന് നമ്മുടെ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 അതിന്റെ പരിഷ്കരിച്ച അല്ല, ഫോർജറിക്കൊപ്പം നിങ്ങൾ നോക്കൂ, ഞാൻ ഈ പറഞ്ഞ ഞാൻ LLB പഠിച്ചിട്ടില്ല, അനിൽ വിളയിൽ അഡ്വക്കേറ്റാണ് മനസ്സിലാക്കുന്നു. മാതാപിതാക്കൾ ഞാൻ പറഞ്ഞോളൂ, ഞാൻ കംപ്ലീറ്റ് ചെയ്യാമല്ലോ. മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ, മറ്റൊന്ന് ഒപ്പം വിവാഹം നടത്തിച്ചവർ, സഹായിച്ചവർ, ഇടനിലക്കാർ, ഈ 3 പേരും ഈ പറഞ്ഞ നിയമം അനുസരിച്ച് ഈ ശിക്ഷയ്ക്ക് അർഹതപ്പെട്ടവർ തന്നെയാണ്. നിയമത്തെ ശിവൻകുട്ടി കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളത് ഇനി നിങ്ങൾ പരിശോധിച്ചോളൂ. അന്ന് വന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം ഇതില് ഇതാവുന്നല്ലോ താങ്കൾ പറയുന്നതനുസരിച്ച്. ശ്രീ സതീഷ് വസന്ത്, മാതാപിതാക്കളുടെ പരാതിയിന്മേൽ നിലവിൽ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് സർക്കാരൊക്കെ ഇത് FIR കാര്യം സർക്കാർ അവരെ സർക്കാരല്ലേ? അങ്ങനെ സംസാരിക്കുന്നെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഇപ്പൊ അനിൽ വിളയിൽ പറഞ്ഞല്ലോ, കേരളത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയാലെങ്കിലും ഒരു വിദ്യാഭ്യാസം SLC വരെയെങ്കിലും എത്താത്ത ഏതെങ്കിലും ഒരു കുട്ടികൾ കേരളത്തിലുണ്ടോ? നോക്കി എത്ര വർഷം കൊണ്ട് നമ്മളെ സാമൂഹിക പ്രവർത്തനം തന്നെ പറയുന്നുണ്ട്, എത്ര വർഷം കൊണ്ട് മധ്യപ്രദേശ് ഭരിക്കുന്നത് BJP ആണ്. അവിടെ കുട്ടികൾ വിദ്യാഭ്യാസം ഇല്ല, ഇതാണ് പറയുന്നത്. ആ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ലല്ലോ. ഷെഡ്യൂൾഡ് ട്രൈബ് മേഖലയിൽ ഈവൻ അത് സ്വന്തമായി ഒപ്പിടാൻ അറിയാൻ വയ്യാത്ത 10ാം ക്ലാസ് വരെ ഉണ്ടോ? ഏതെങ്കിലും ട്രൈബൽ സൊസൈറ്റിയിലുണ്ടോ? പക്ഷേ സത്യമാണോ വ്യാജമാണോ എന്ന് പോലും മനസ്സിലാക്കുന്നില്ലല്ലോ. താങ്കൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ്, നമുക്ക് വിഷയം സംസാരിക്കാം. കേരളത്തിനുണ്ടായ പാരമ്പര്യം, കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യം, കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം ഒന്നും CPM ഉണ്ടാക്കി തന്നതല്ല. അത് കേരളത്തിന്റെ പ്രത്യേകത തന്നെയാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടാക്കാൻ കാര്യത്തില് മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങള്, ഈ മലയോര പ്രദേശങ്ങള്, വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിവിധങ്ങളായ മേഖലകളിൽ വിദ്യാഭ്യാസം ഇനി എത്താത്ത മേഖലകളുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അങ്ങനെ നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാൻ അതിനൊന്നും തെറ്റൊന്നുമില്ല.
പക്ഷെ അത് കാരണം അവിടെയുള്ള ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് 16ാമത്തെ വയസ്സ് കെട്ടിപ്പിച്ചും കൊടുത്തിട്ട് അതിന്റെ PR വർക്ക് മുഴുവൻ ഏറ്റെടുത്തിട്ട് അതിനെ ഇങ്ങനെ വന്നിട്ട് താങ്കളെ പോലൊക്കെ ന്യായീകരിക്കേണ്ടി വരും. താങ്കളുടെ മനസ്സാക്ഷിയോട് താങ്കൾ ചോദിച്ചു നോക്കൂ, താങ്കൾ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴും ഈ ചർച്ചയിൽ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? താങ്കളുടെ നേതാക്കന്മാർ മുഴുവൻ കാണിച്ച ഈ ശുദ്ധ വിഡ്ഢിത്തരം, മണ്ടത്തരം, ഇതിനെ ന്യായീകരിക്കേണ്ട ഗതികേട്ടിലാണ് താങ്കൾ. കാര്യം ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പൊ അഭിപ്രായം ചോദിച്ചാൽ അവർക്ക് ആർക്കും ഒന്നും പറയാനില്ല. കാര്യം അവരുടെ സമയം കഴിഞ്ഞു. 3 ദിവസം ഇത് കാര്യമായിട്ട് എല്ലാവരും ആഘോഷിച്ചു. നിങ്ങളുടെ പേജുകളെല്ലാം നിങ്ങൾ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്തു. ആഹാ, മനുഷ്യത്വം, മാനവികത, മനുഷ്യനാവണം, മതത്തിനപ്പുറത്ത് ജീവിക്കണം, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു. അതൊക്കെ അംഗീകരിച്ചു, ശരിയാണ്. അതൊക്കെ കുറെ പേരെ ആഘോഷിക്കുകയും ചെയ്തു. പക്ഷേ തകർന്നു പോയ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു, കുടുംബങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. അപ്പം അന്യന്റെ കുടുംബം തകർന്നാലും വേണ്ടിയില്ല, ഞങ്ങളുടെ PR ഏജൻസി വിജയിക്കണം എന്ന് പറയുന്ന ഒരു തന്ത്രം മാത്രമായിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരും നിയമത്തിന് മുന്നേ വരണം. അല്ലെങ്കിൽ CPM പരസ്യമായിട്ട് പറയണം, ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി. ഇത് പറയാൻ അവർ തയ്യാറാവണം. വിഷയം കഴിഞ്ഞു. അതെ, ശ്രീ അനിൽ വിളയിൽ, എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശ് പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. താങ്കൾ കൃത്യമായി ഇത് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ഇതിന്റെ നിയമ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ശ്രീ സതീഷ് വസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മധ്യപ്രദേശിൽ BJP കുറച്ച് നാളുകൊണ്ട് ഭരിക്കുന്നതുകൊണ്ട് അവിടെ വിദ്യാഭ്യാസം ഇല്ലെന്ന്. 40-40 വർഷം ബംഗാളിൽ ഭരിച്ച് വലിയ വിദ്യാഭ്യാസം കൊടുത്തവരൊക്കെ കേരളത്തിൽ വന്ന് പൊറോട്ട അടിക്കുകയും ചായ അടിക്കുകയും ഒക്കെ ചെയ്തൊരു ഗതികേട് കൂടെ നമ്മൾ കാണുന്നുണ്ട്. അവിടുത്തെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാരൊക്കെ പൊറോട്ട അടിക്കുകയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ ചായ അടിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ കേരളത്തിലെ ഹോട്ടലിൽ അതുകൊണ്ട് അതൊന്നും ഗോത്ര അത് ആര് ഭരിച്ചു എന്നുള്ള കാരണത്താലും നടക്കില്ല. ഇത് കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസക്കാലമായി അവിടെ പല രീതിയിലുള്ള അവധികളൊക്കെ ആയിരുന്നുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ നമ്മുടെ ലഭ്യമാകാതെ വന്നിരിക്കുന്നത്. ഇത് കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ അവിടത്തേക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് ശൈശവ വിവാഹ നിരോധന നിയമമുണ്ട്, പോക്സോയുടെ വകുപ്പുകളുണ്ട്, വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണമുണ്ട്, ഗോത്രവർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആപ്ലിക്കബിളായ നിയമങ്ങളും ഒക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം കൃത്യമായി നടക്കുകയാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ട്. അത് നിസ്സാരമായിട്ട് CPM ഇതിനെ എടുക്കുന്നത് ശരിയാവത്തില്ല എന്നുള്ളതാണ്. കാരണം ഇതുവരെ കളിച്ച കളികളൊന്നും ഇതോടുകൂടി തീരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വാളയാറ് കഴിഞ്ഞാൽ പിന്നെ ഈ സംവിധാനത്തിനൊന്നും യാതൊരു വിലയില്ല. വലിയ വിദ്യാഭ്യാസം നേടിയ റഹീമിനെ കൊണ്ട് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അവിടുത്തെ കോടതികളിലൊക്കെ പോയി സംസാരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ അവസരത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്നേരം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കൂടെ പൊതുസമൂഹം ഒന്നുകൂടെ മനസ്സിലാക്കും. ശരി, നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും കേരളത്തിലെത്തി വിവാഹിതയായ മൊണാലിസയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് പുറത്തു വന്നതോടെ CPM നേതാക്കൾ വെട്ടിലാകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു എടുത്തുചാട്ടത്തിന്റെ അനന്തരഫലം എന്താകും എന്നുള്ളത് തുടർ നിയമ നടപടികളിൽ നിന്ന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ.